ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേരറിയാലോ, ട്രാവൽ പിള്ളൈ. വീണ്ടും ഒരു കാർ യാത്രയാണ്. ഇതിപ്പോൾ പോകുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ്. ഈ കാറിലാണ് പോകുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. 4 മണിക്ക് ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇവിടം വരെ മഴയായിരുന്നു. അന്തരീക്ഷം ഇപ്പം ഒന്ന് നല്ല ക്ലൗഡി ആയിട്ടുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ നമ്മളെ ചെന്നൈ ഹൈവേയുടെ റോഡാണ്. ഞങ്ങളൊന്ന് പെട്രോളും അടിച്ച് ഒന്ന് ഫ്രഷ് ആവാന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയതാണ്. ഓക്കെ, ചെങ്കോട്ടയുടെ മോർണിംഗ് ടൈമാണിത്. പച്ച പിരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. നേരത്തെ ഞാൻ ബാംഗ്ലൂർ പോകാൻ നേരത്ത് ഈ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അന്ന് പക്ഷേ മഴ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നല്ല മഴയും നല്ല സുഖമുള്ള യാത്ര. സൂര്യോദയം ആവാറായി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സൂര്യൻ പൊങ്ങി വരുള്ളൂ. എന്നാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തെങ്കാശി എടുത്തോണ്ടിരിക്കുന്നു. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കാറിൽ. കാരണം ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ കണ്ടിന്യൂ മഴയായിരുന്നു. വളവ് എത്തുന്നത് വരെ നല്ല സീനറിയാണ്. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ പോണ്ടിച്ചേരിയിലാണ് നിൽക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈനിക് വെൽഫെയർ ഓഫീസ്. ഞാനൊരു സൈനികനാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് ഇവിടെ എത്തി. രാവിലെ തിരിച്ച് കാറിലായിരുന്നു വന്നത്. അത് യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. ബിന്ദുജി ഈ ഇന്നലത്തെ യാത്രയിൽ കാറിലിരുന്നത് കൊണ്ടാണ് അന്ന് ഒത്തിരി നടുവേദനയൊക്കെ ഉണ്ട്. എല്ലാം ഒക്കെ ആയിക്കോളും. അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി നിങ്ങളെ കാണിക്കുകയാണ്. ഡേ 1 ഏകദേശം ഒരു 8-10 വ്യൂ പോയിൻറ്റ്സെങ്കിലും കാണിക്കും. ഞങ്ങളെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് കോളനിയാണ്. നമ്മൾ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രഞ്ച് കോളനിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സ് ആൻഡ് പെയിൻറ്റിങ് ആൻഡ് ആർക്കിടെക്ട് ഇതെല്ലാം നമുക്ക് ഒരു പ്രത്യേക വ്യൂസാണ്. കൂടാതെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡും ഓരോരോ ചെറിയ ചെറിയ സ്ട്രീറ്റുകളാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഒരുപോലെ തോന്നും. ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആൻഡ് അതിൻ്റെ മെയിൻ്റെനൻസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന അതായത് പോണ്ടിച്ചേരി വരുന്നവരൊന്നും ഇവിടുത്തെ നമ്മളെ ഈ മ്യൂസിയം കാണാനോ അനുബന്ധ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകത്തില്ല. ഇവിടെ വന്ന് പോണ്ടിച്ചേരി വരും, ഇവിടുത്തെ ബീച്ചെല്ലാം കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക്. ഇനി ഞങ്ങൾ ഈ സ്ട്രീറ്റിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ശ്രീ അരബിന്ദോ ആശ്രമത്തിൻ്റെ പ്രസ്. ഇത് പഴയ ബിൽഡിംഗ് തന്നെയായിരുന്നു. കളറൊക്കെ അടിച്ചു, പെയിൻ്റൊക്കെ അടിച്ച്. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. കാരണം നമുക്ക് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആണ് 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഫ്രഞ്ചുകാർ ഇവിടുന്ന് വിട്ടുപോയത് 1963-ലാണ്. അതെ. അപ്പോൾ അതും ഒരു കണ്ടീഷൻ്റെ മുകളിലാണ്. അതായത് ആ ഫ്രഞ്ച് പൗരൻ അവരുടെ ഫ്രഞ്ച് പാസ്പോർട്ട് വെച്ചിട്ട്, അതായത് അവരുടെ ആ പൗരത്വം ഫ്രഞ്ച് പൗരത്വത്തിലുള്ള പാസ്പോർട്ടിലാണ് അവരിവിടെ താമസിക്കുന്നത്. അത് 1963-ലാണ് അവർക്കിവിടെ അനുവാദം കൊടുത്തത്. ഈ 47 തൊട്ട് 63 വരെ ഇത് അവരുടെ കയ്യിൽ തന്നെയായിരുന്നു. സ്ട്രീറ്റിൻ്റെ പുറകു സൈഡാണ്, അതായത് കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. ഈ ബിൽഡിംഗ് എല്ലാം അങ്ങനെയാണ് നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഡോക്ടർ BR അംബേദ്കർ ലൈബ്രറി ഈ സൈഡിലുണ്ട്. ലൈബ്രറി, പിന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടി അന്ന് തൊട്ടേ ഉള്ള, അതിനുശേഷം ഫ്രഞ്ചുകാർ പോകുന്നതിന് മുന്നേ നിർമ്മിച്ച ബിൽഡിങ്ങുകളാണിതെല്ലാം. ആ ബിൽഡിങ്ങുകളെല്ലാം അതിനെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് നല്ല ഭംഗിയായിട്ട്.
ഇതാണ് ഡോക്ടർ കാണുമ്പോൾ ബി ആർ നല്ല അംബേദ്കർ രസമുണ്ട്. ഇത്രയും മണിമന്ദിരം. അംബേദ്കറിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണിത്. ഇതിൻ്റെ മുമ്പിലുള്ള ഗാർഡൻസും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ അംബേദ്കറുടെ സ്റ്റാച്ചു ആണ്. പുഷ്പമാല എല്ലാം അണിയിച്ച് അദ്ദേഹത്തെ വളരെ മനോഹരമായ ഒരു സ്റ്റാച്ചു ആയി നിലനിർത്തിയിരിക്കുകയാണ്. ഈ ഇതിൽ അല്ല, ഇതിൻ്റെ അല്ല, നമ്മൾ പോണ്ടിച്ചേരി മ്യൂസിയം ഉണ്ടല്ലേ, അതെന്താ സൈഡ്? ഗാന്ധി സ്ട്രീറ്റ് എന്താ സ്റ്റാച്ചുവിൻ്റെ ഇന്ന് കാണാൻ ഇന്ന് മ്യൂസിയം ഇല്ല അല്ലേ? ഓ, അപ്പോൾ ഇന്ന് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോകാൻ മുടിയാതല്ലേ? ഓക്കെ ഓക്കെ. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇന്ന് ഗവൺമെൻറ് ഹോളിഡേ ആണ്. ഇന്ന് മ്യൂസിയം നമുക്ക് അനുവദനീയമല്ല, മ്യൂസിയത്തിനകത്ത് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സിലിക്കൺ പ്രതിമകളെ കൊണ്ടുള്ള ഒരു മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാമായിരുന്നു. ഇത് നമ്മളെ ഫ്രഞ്ച് കോളനിയുടെ ബാക്ക് സൈഡാണ്, പുറക് സൈഡായിട്ട് വരും. പഴയ കെട്ടിടങ്ങൾ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്. വളരെ മനോഹരം അല്ലേ? ഇതിൻ്റെ ആർക്കിടെക്റ്റ് നന്നായിട്ടുണ്ട്. നിറച്ചും വൈറ്റ് ബൊഗൈൻ വില്ലയുടെ ഒരു കെട്ടിടമാണ്. നല്ല രസമുണ്ട്. ഇതാണ് വൈറ്റ് ബൊഗൈൻ വില്ല എല്ലാവരും വെട്ടി റെഡിയാക്കി നിർത്തുന്നുണ്ട്. താഴെയൊക്കെയുള്ള കമ്പുകളെല്ലാം അവർ വെട്ടി നന്നാക്കി നിർത്തുകയാണ്. ഇതിവിടെ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരാൻ നേരത്തെന്ന് പറഞ്ഞാൽ ഈ ബൊഗൈൻ റെഡ് കളറായിരുന്നു. അത് മറു സൈഡായിരുന്നു, അപ്പുറ സൈഡ്. ഇപ്പോൾ ഇത് വൈറ്റ് ബൊഗൈനാണ്. കാണാൻ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചെടികളുടെ ഡ്രസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ പാർക്കാണിത്. ഇത് മഴയുടെ കാഠിന്യം കൊണ്ടാണോ എന്തോ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയ സമുദ്രതീരത്തുള്ളൊരു ഗാർഡനാണിത്. എല്ലാം വെൽ മെയിൻ്റനൻസ് ആണ്, ബ്യൂട്ടിഫുള്ളാണ്.
നെയ്തന് കളിക്കാൻ കിട്ടിയ സ്ഥലമായതുകൊണ്ട് നെയ്തൻ അവിടെ അങ്ങ് നിൽക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ പ്ലേ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം അതൊരു സന്തോഷമാണ്. നമ്മുടെ ഈ പാർക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതെല്ലാം. നൈതൻ ഒരു കാലം അപ്പുറത്ത് വെക്കടാ. ആ യെസ്, ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും. ആ യെസ്. കോളനിയുടെ ഒരു ദൃശ്യമാണ് ഇത്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള മനോഹരമായ ആ പെയിൻറ്റിങ്ങും ബിൽഡിങ്ങുമാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇന്ന് നാളെ അവധി ആയതുകൊണ്ടായിരിക്കും എല്ലാവരും അവരുടെ ഫോട്ടോയും വീഡിയോയുമായിട്ട് ഇങ്ങനെ ടൈം പാസ് ചെയ്യണം. ബോഗൺവില്ല നിറയെ ഉണ്ട്, പൂത്ത് നിൽക്കുകയാണ്. ബോഗൺവില്ലയുടെ ഒരു സീസണാണ് ഇപ്പോഴിവിടെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മ്യൂസിയത്തിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, കാരണം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് മ്യൂസിയം ഓപ്പൺ അല്ല. എവിടെ നോക്കിയാലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും ഒരേപോലെ തോന്നും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ കാറിൽ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഇവിടെ സ്കൂട്ടി കിട്ടും ഡെയിലി വേജസിന്. ഒരു ദിവസം 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഇവിടെ നമുക്ക് സ്കൂട്ടി വാടകയ്ക്ക് എടുക്കാൻ പറ്റും. പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ കാറിൽ വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ കാറിൽ വന്നുകൊണ്ട് പറയുന്നതല്ല, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എങ്ങും സ്ഥലമില്ല. ഞങ്ങൾ ഈ 4 വശവും പല പ്രാവശ്യം കറങ്ങിയിട്ടാണ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തത്. അതും ഒരു കോർണറിൽ കിടക്കുകയാണ്. ഇനി ഇവിടെ നോ പാർക്കിങ്ങിന് വല്ല പോലീസാണ് പെറ്റി അടിക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നോക്ക്, വാഹനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരവരുടെ ഇഷ്ടത്തിന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനം ഓടിക്കുന്നവർക്ക് ഈ റോഡ് ആ ഒരു മാനേഴ്സ് ഇല്ലെന്നാണ് തോന്നുന്നത്. വൺ വേ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇല്ല. എല്ലാ സ്ഥലത്തൂടെ എല്ലാവരും വണ്ടി ഓടിച്ച് പോവുകയാണ്. വീണ്ടും ഒരു ബോഗൺവില്ല കണ്ടു. അതുകൊണ്ട് ഡെയിലി വേജസിൻ്റെ സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങിയാൽ നമുക്ക് ഇഷ്ടാനുസരണം എവിടെയും പോകാം. യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇവിടെ ഉണ്ടാവുന്നില്ല. ഇതാണ് ശ്രീ അരവിന്ദോ ആശ്രമം. മീര അൽഫാൻസ എന്ന ഫ്രഞ്ച് വനിത സ്വാമി അരവിന്ദോ സ്ഥാപിച്ച അരവിന്ദോ ഘോഷിൻ്റെ ആധ്യാത്മിക സഹയാത്രിയായിരുന്നു ഈ വനിത. അരവിന്ദോ ആശ്രമത്തിനകത്തുള്ള ഒരു ഗാർഡനാണ്. വളരെയധികം ദൃശ്യഭംഗിയുള്ള, എന്താ പറയുന്ന, എലിഗൻ്റായിട്ടുള്ള, അതല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസാണ് ഇവിടെ. ഇതിനകത്ത് പ്രവേശനമില്ല, കാരണം അത്രത്തോളം മെയിൻ്റെനൻസ് ചെയ്താണ് ഈ പാർക്ക് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശ്രമം ഉണ്ടായ ആ സമയത്ത് മുതലുള്ള കൽത്തൂണുകളും അന്നത്തെ പൗരാണികമായിട്ടുള്ള ആർക്കിടെക്ട് ഒരു ചർച്ചാണെന്ന് തോന്നുന്നു. ഇവിടെ വിവാഹം നടക്കുന്നുണ്ട്.
നല്ല ഉയരത്തിലുള്ള ഒരു ചർച്ച്. ഇതിനകത്ത് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളും നടക്കുമെന്നാണ് നമുക്ക് വെളിയിൽ നിന്ന് കണ്ടോ മനസ്സിലായത്. പോണ്ടിച്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സാണ് നമ്മളീ കാണുന്നത്. അവരുടെ അക്കോമഡേഷനും അവരുടെ തന്നെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ട്. അത് എൻട്രി ഫ്രീ ആണ്. അത് നമുക്ക് കയറി ആർക്കുണ്ടെങ്കിലും അത് കാണാം. ഇതാണ് പോണ്ടിച്ചേരി മുനിസിപ്പാലിറ്റി ഹാൾ. പോലീസ് ഓഫീസേഴ്സിൻ്റെ മെസ്സാണിത്. ഇതും പെയിൻറ്റിങ് യെല്ലോ ആൻഡ് വൈറ്റാണ്. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രത്യേകത ഇതാണ്. പോണ്ടിച്ചേരിയിൽ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വാർ മെമ്മോറിയലാണ്. 1914 1918 ഇടയ്ക്കാണ് ഈ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ഇവിടെ സ്ഥാപിച്ചത്. ഇതിനകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇതിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മെമ്മോറിയലാണ്. ഇവിടെ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള സ്റ്റേജുകളും കസേരയൊക്കെ ലേഔട്ട് ചെയ്ത് ഇവിടെയെല്ലാം മനോഹരമാക്കിയിരിക്കുന്നത്. ഈ ഗാന്ധി പ്രതിമയുടെ മുൻവശമാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ ഗാന്ധി പ്രതിമയ്ക്ക് അടിയിൽ ഒരു തുരങ്കമുണ്ട്. അത് ഇപ്പോഴത് പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇതിനു മുമ്പ് ഈ തുരങ്കം വഴി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ആർക്കും അങ്ങോട്ട് അലൗഡല്ല. പോണ്ടിച്ചേരിയിലെ ഏറ്റവും ബിഗസ്റ്റ് ഏറ്റവും പൊക്കം കൂടിയ ഒരു ലൈറ്റ് ഹൗസാണിത്. மதம், இனம், மொழி வேறுபாடின்றி எல்லாருக்கும் சமமான கல்வி கிடைக்கணும், சமமான இடம் கிடைக்கணும்னு சொல்லி போராடி മണം അടിച്ചിട്ട് ഇല്ലേ അമ്മക്ക് ഇഷ്ടമുള്ള நம்மளுடைய மக்கள் இந்த கோயில ஒற்றுமையா வந்து வழிபட்டு இருந்திருக்காங்க. മണർക്കുളം ശ്രീ വിനായക ടെമ്പിളിലേക്ക് പോവുകയാണ്.
മണർക്കുളം ശ്രീ വിനായക ടെമ്പിൾ. അരുൾമികു മണർക്കുളം വിനായക ദേവസ്ഥാനം. ഈ വിനായകർ ടെമ്പിളിനൊരു ഐതിഹ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ് ഈ വിനായകർ ടെമ്പിൾ. പക്ഷേ ഇത് ഫ്രഞ്ചുകാർ ഇവർ കൈയടക്കി വെച്ചിരിക്കുമായിരുന്നല്ലോ. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1963 വരെയും ഫ്രഞ്ചുകാരുടെ കൈവശമായിരുന്നു ഈ സ്ഥലം. അപ്പോൾ ഈ അമ്പലത്തിനെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിച്ചു. ഫ്രഞ്ചുകാർ അതായത് വിനായക ശില്പം എടുത്ത് കടലിൽ കൊണ്ട് കളഞ്ഞു. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോഴും ശില്പം അതേ സ്ഥാനത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ വീണ്ടും ഇത് ആവർത്തിച്ചു. വീണ്ടും അതേ സ്ഥാനത്ത് ശില്പം വരികയാണ്. ഇത് കണ്ട് അവർക്ക് ക്ഷമ കെട്ട് ഈ അമ്പലത്തിനെ ഉടച്ചിട്ടില്ല, അത് അതുപോലെ തന്നെ നിലനിർത്തി. അതുകൊണ്ട് ഇതിനിങ്ങനെ പിന്നെ ഫ്രഞ്ചുകാർക്കും അതിന് വിശ്വാസം വന്നിട്ട് അവരും ഈ അമ്പലത്തിൽ വരാറുണ്ട്. അപ്പൊ ഇതിന് വെള്ളയാർ പിള്ളை എന്നും ഒരു പേരുണ്ട്. ഞങ്ങൾ മണർക്കുളം വിനായക ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം ഞങ്ങൾ ഫ്രഞ്ച് കോളനിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ ഇടയ്ക്ക് ഒരു പാർക്കുണ്ട്, ഇനി ഒരു ആർട്ട് ഗാലറി ഒക്കെ ഉണ്ട്, അതൊക്കെ കാണണം. ഇത് ഡോക്ടർ അംബേദ്കറുടെ സ്റ്റാച്യു ആണ്. ഇതൊരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്റ്റാച്യു ആണ്. എനിക്ക് പേര് തമിഴിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. ഇതാണ് റോക്ക് ബീച്ച്. ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ പാറക്കെട്ടുകൾ ഇങ്ങനെ സൈഡിലെല്ലാം ഇങ്ങനെ അടുക്ക് നല്ല. സാധാരണ ബീച്ചിൽ ഇതിൻ്റെ കൂടുതൽ ഭാഗത്തും പാറ നിറച്ചും റോക്കാണ്. അതായിരിക്കും റോക്ക് ബീച്ച് എന്ന പേര് വന്നതെന്ന് തോന്നുന്നു. ഏകദേശം 1.5 കിലോമീറ്ററോളം ഈ റോക്ക് ബീച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഈ പുറകുവശത്ത് ഈ ഒരു മീൻ്റെ ആ ഒരു സ്റ്റാച്യു കഴിഞ്ഞാൽ ഗാന്ധി പാർക്ക് വരെ നോക്കിയാൽ 1.5 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ധാരാളം ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനത്തിലുള്ളവർ ഇവിടെ ധാരാളം വന്നിട്ടുണ്ട്. അവധി ദിവസം ആയതുകൊണ്ടായിരിക്കണം ഒത്തിരി തിരക്കുള്ളൊരു സമയമാണിപ്പം. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇത്രയും ഒരു തിരക്ക് ഈ 11 മണിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇന്നത്തെ വെയിൽ കുറവുണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ചൂടും വെയിലും ഉണ്ട്. വെയിൽ അത്രയില്ല, ഒരു ക്ലൗഡി ആണ്, എന്നാലും കുഴപ്പമില്ല. റോഡ് മറു സൈഡ് ഉള്ളതുകൊണ്ട് ആൾക്കാർ കടലിൽ നിന്ന് കുറച്ച് വിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അകലെ എന്തോ കുറേ തടിക്കഷ്ണങ്ങളൊക്കെ എടുത്ത് സ്റ്റാൻഡായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയും വല്ല ബോട്ടിനാണ് വല്ല അടുക്കുന്ന സാധനം വല്ല ആണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും അത് ഒരു ദൂര കാഴ്ചയാണ്. ഇനി ഈ വലത് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. അങ്ങ് അകലെ ഒരു സ്റ്റാച്യു, അത് കഴിഞ്ഞ് മുകളിൽ ഒരു പാരച്യൂട്ട് മാതിരി ഒരു സാധനം ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. റോക്ക് ബീച്ചിൽ നിന്ന് ഞങ്ങൾ ഇനി ഒരു 1.5 കിലോമീറ്റർ മറ്റൊരു വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഇതാണ് ബസലിക്ക ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ബസലിക്ക എന്ന് പറഞ്ഞാൽ റോയൽ എന്നാണ്. അപ്പോൾ നമ്മൾ ചർച്ചിനകത്തോട്ട് പോവുകയാണ് ഇപ്പം. ഇത്
വേൾഡ് ഫേമസ് ചർച്ചാണ്. ഇത് ഇന്ത്യയിൽ മൊത്തം 36 ചർച്ചുണ്ട്. പക്ഷേ 28 ചർച്ചും നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. ശരിക്കും ഈ ചർച്ച് 1902 ഫ്രഞ്ച് ബിഷപ്പ് മിസ്റ്റർ ഗാന്ധിധാമാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചുക്കാൻ പിടിച്ചത്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം 1908 ഈ ചർച്ചിൻ്റെ പണി പൂർത്തിയാവുന്നത്. തൂവേ ഇരവേ ആണ്ടവർ എന്നാണ് ഈ ചർച്ചിലിരിക്കുന്ന ഇവിടുത്തെ മുഖ്യ ദൈവത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. 28 ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 28 ശിഷ്യന്മാരും ആയിട്ട് ഈ തൂവേ ഇരവേ ആണ്ടവരുടെ ദൃശ്യഭംഗി അടങ്ങിയ കാര്യങ്ങളാണ് അകത്ത് നമ്മൾ ഓരോ കണ്ണാടിയിലും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സിമൻറ്റോ ഇരുമ്പോ ഒന്നും കൊണ്ടുണ്ടാക്കിയ ഒരു ചർച്ചല്ല. ഇതെല്ലാം ചുണ്ണാമ്പ്, കരിപ്പോട്ടി, കടുക്കായി തുടങ്ങിയ സാധനങ്ങളാണ് ഈ ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. വർഷം എത്രയായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഭംഗി വളരെ മനോഹരമാണ്. ഇതിനകത്തുള്ള പ്രെയർ ഹാളും അതിനകത്തുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനും എല്ലാം നമുക്കെന്നും മനോഹരമായിരിക്കും കണ്ണിനും കാതിനും. തൂവേ ഇരവേ ആണ്ടവർ, ഇതാണ് തൂവേ ഇരവേ ആണ്ടവർ.